നമസ്കാരം. സൈന്യം തെരുവുകൾ നിയന്ത്രണത്തിലാക്കിയതോടെ നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം ശാന്തമാകുന്നു. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. അക്രമം നടത്തിയത് തങ്ങളല്ലെന്നും പ്രക്ഷോഭം ഹൈജാക്ക് ചെയ്യപ്പെട്ടുവെന്നും ഹാമി നേപ്പാൾ അടക്കമുള്ള NGO-കൾ വ്യക്തമാക്കി. 2008-ൽ മാത്രമാണ് രാജവാഴ്ച സമ്പൂർണ്ണമായി അവസാനിപ്പിച്ച് നേപ്പാൾ റിപ്പബ്ലിക് ആയത്. പഴയ കാലത്തേക്കുള്ള മടങ്ങിപ്പോക്കോ അതോ ശുദ്ധീകരിക്കപ്പെട്ട ജനാധിപത്യമോ? ഏതാണ് നേപ്പാളിനെ കാത്തിരിക്കുന്നത്? ചർച്ചയിൽ ഡോക്ടർ അമർ പുല്ലർകാട്ട്, ഗവേഷകൻ, ശ്രീ മുരളീധരൻ നായർ കടുങ്ങല്ലൂർ, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ AM ഷിനാസ്, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ യുവരാജ് ഗോകുൽ, BJP, ഒപ്പം മാതൃഭൂമിയുടെ പ്രതിനിധി ശ്രീകാന്ത് നേപ്പാളിലുണ്ട്. അദ്ദേഹത്തെ കിട്ടുന്നതിന് മുറയ്ക്ക് അവിടെ ഇപ്പോൾ നടക്കുന്നത് എന്താണ് എന്ന കാര്യം നമുക്കറിയുകയും ചെയ്യും. ആദ്യം ശ്രീ മുരളീധരൻ നായർ, നേപ്പാളിൽ ഇനി എന്ത് സംഭവിക്കും എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? മുൻപ് 2 തവണ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടും ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടിയായിരുന്നു. ആദ്യം പഞ്ചായത്ത് സംവിധാനം മാറ്റി ഒരു മൾട്ടി പാർട്ടി ഡെമോക്രസിയിലേക്ക് നേപ്പാളിനെ പരിവർത്തിപ്പിക്കുന്നതിൽ ജനകീയ പ്രക്ഷോഭം പങ്കുവഹിച്ചു. പിന്നീട് രാജവാഴ്ച പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിന് അടുത്ത ജനകീയ പ്രക്ഷോഭം പങ്കുവഹിച്ചു. ഇപ്പോൾ ഒരു ജനാധിപത്യ ഭരണകൂടം വീഴുകയും അതിൻ്റെ ഭരണാധികാരികൾ ഓടിപ്പോവുകയും എന്തിനും മന്ത്രിമാർ തെരുവിൽ അടിവാങ്ങുകയും ചെയ്ത അഭൂതപൂർവമായ സാഹചര്യമാണ്. പാർലമെന്റ് യുവാക്കൾ കത്തിച്ച സാഹചര്യമുണ്ടായി. നേപ്പാളിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കണം? അഭിലാഷ് നമസ്കാരം. ബാക്കി പാനലിസ്റ്റുകൾക്കും നമസ്കാരം. ഞാൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഡയറക്റ്റായിട്ട് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഈ സംഭവത്തെ ഒന്ന് പെർസ്പെക്റ്റീവിൽ ഇടുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നേപ്പാൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അടുത്ത ഇടയല്ല, കുറേ വർഷങ്ങളായിട്ട് സീരീസ് ഓഫ് സ്കാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കറപ്ഷൻ്റെ അലിഗേഷൻസ് മറുവശത്ത്. പക്ഷേ ഇവർക്കെതിരെ ആരും ഒരു ആക്ഷൻ എടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം ഒരു കസേരകളി പോലെയാണ് ഈ പറഞ്ഞ 3 വലിയ പാർട്ടിയിലെ നേതാക്കന്മാർ. ഒരാൾ മാറുമ്പോൾ മറ്റേ വന്നിട്ട് ഒരാൾ മറ്റേ ആളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം, കഴിഞ്ഞ തവണ പ്രചണ്ഡ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെൻറ്ററിൻ്റെ നേതാവാണ്. അദ്ദേഹം ഈ 2 കൂട്ടർക്കും, ഈ ദെബുവയ്ക്കും ഓലിക്കും എതിരായിട്ട് ചില ഇൻവെസ്റ്റിഗേഷൻസ് ആരംഭിച്ചപ്പോൾ ഇവർ രണ്ടുപേരും രാഷ്ട്രീയമായിട്ട് 2 ധ്രുവങ്ങളിലുള്ളവരാണ്. ഇപ്പോൾ നാളെ ഞാൻ ഉദാഹരണം പറയുകയാണ്, ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. നാളെ ഇവിടെ BJP അധികാരത്തിൽ വരാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ പിണറായി വിജയനും VD സതീശനും ഒന്നിച്ചു ചേർന്നിട്ട് ഒരു സഖ്യകക്ഷി ഉണ്ടാക്കി ഭരണം ഏറ്റെടുക്കുന്നത് പോലെ അത്രയധികം സംഭാവ്യമല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു രീതിയിലാണ് ഇവർ 2 പേരും കൂടി ഒരു സഖ്യകക്ഷി മന്ത്രിസഭ ഉണ്ടാക്കിയത്. അത് തന്നെ പ്രചണ്ഡയെ ഒന്ന് നിർവീര്യമാക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിന് പുറമെ ഒരു യുവ നേതാവ്, എങ്ങും ഇല്ലാതിരുന്നൊരു പാർട്ടിയാണ് നമ്മുടെ ആം ആദ്മി പാർട്ടി. വന്നതുപോലെ പെട്ടെന്ന് വന്നതാണ് RSP, രാഷ്ട്രീയ സ്വതന്ത്രതാ പാർട്ടി. അവിടുത്തെ നേതാവാണ്, എനിക്ക് ആ പേര് എപ്പോഴും മറന്നുപോകും, അദ്ദേഹം ലാമിച്ചാനി, റബി ലാമിച്ചാനി. അദ്ദേഹം 21 സീറ്റോട് കൂടി പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന് അദ്ദേഹത്തെ അവർ സൈഡ് ലൈൻ ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ ഒരു കോപ്പറേറ്റീവ് ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ ജയിലിലാക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ അവിടെ ജയിലിൽ നിന്നും വിമുക്തനായത് നാം കണ്ടതാണ്. ജനങ്ങൾ അദ്ദേഹത്തെ ജയിലിൽ നിന്നും രക്ഷപ്പെടുത്തി നേപ്പാളിലെ തെരുവുകളിലൂടെ അദ്ദേഹം പോകുന്നത് നാം കണ്ടതാണ്. പിന്നെ നേപ്പാളിലെ ഈ രാഷ്ട്രീയ നേതാക്കളുടെയും സീനിയർ ഉദ്യോഗസ്ഥരുടെയും കുട്ടികളുടെ നേപ്പോ കിഡ്സ് അല്ലെങ്കിൽ നേപ്പോ ബേബീസ്, നമ്മുടെ അമ്മിൽ ബേബി എന്നൊക്കെ നാട്ടിൽ പറയുന്നത് പോലെ ഈ കുട്ടികൾ, ഈ രാഷ്ട്രീയ നേതാക്കൾ, അവിടുത്തെ പ്രസിഡൻറ്റിന് തന്നെ നേപ്പാളി കറൻസിയിൽ, നേപ്പാളി റുപ്പിയിൽ 65,000 രൂപയാണ് ശമ്പളം. അത് ഇന്ത്യൻ കറൻസി ആകുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം എത്ര കുറവാണെന്ന്. പക്ഷേ ഈ രാഷ്ട്രീയക്കാരുടെ മക്കളെല്ലാം സ്ഥിരം രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുടെയും മക്കളെല്ലാം യൂറോപ്പിലും അമേരിക്കയിലും പോയിട്ട് വിലപിടിയ ബ്രാൻഡഡ് ഷർട്ടുകളും അവരുടെ ആഡംബര രീതിയിലുള്ള ജീവിതം, നേപ്പാളിനകത്തായാലും ഞാൻ കഴിഞ്ഞ തവണ ഇപ്പോൾ കണ്ടു, ഇന്ത്യയിൽ പോലും കാണാത്ത തരത്തിലുള്ള അതിവില കൂടിയ ആഡംബര കാറുകളിൽ ഇവർ റോഡിലൂടെ പോവുകയാണ്. ഇതെല്ലാം പാവപ്പെട്ട കുട്ടികൾ. ഇതേ പ്രായത്തിൽ ഇതിനേക്കാൾ കൂടുതൽ കഴിവുള്ള കുട്ടികൾ അറബ് രാജ്യങ്ങളിലോ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട്, ഈവൻ റഷ്യൻ സേനയിൽ പോയിട്ട് യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ വരെ പോയിരുന്നു. അതൊരു കണക്കാണ്, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ദിവസേന 5000 പേരോളം യുവാക്കൾ നേപ്പാൾ വിടുന്നു ജോലിക്കെന്ന് പറയുന്നു. അതെനിക്ക് വിശ്വാസമില്ല. അങ്ങനെ നിരവധി കാരണങ്ങളാണ് ഇതിന്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ഈ സോഷ്യൽ മീഡിയ ബാൻ
ഒരു തിരിക്ക് തീ കൊളുത്തുന്ന രീതിയിൽ മാത്രമേ അതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം അതിൽ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ടല്ല. കാരണം സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുക വഴി ഗവൺമെൻറ്റിനെതിരെയുള്ള കറപ്ഷൻ ചാർജസിനെ നിയന്ത്രിക്കാം, ഈ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യാൻ, ജയിലിലാക്കാം എന്നുള്ള രീതിയിലാണ്. അല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് ഇവർക്ക് വലിയൊരു എതിർപ്പുണ്ടായിരുന്നില്ല. അവരെ കൺവിൻസ് ചെയ്യാൻ ഒരുപക്ഷെ രജിസ്റ്റർ ചെയ്യാനോ അനുവാദങ്ങൾ വാങ്ങാനോ ഒരുപക്ഷെ കൺവിൻസ് ചെയ്യാനോ കഴിഞ്ഞേക്കാം. കാരണം അത് അമേരിക്കയിലും ചൈനയിലും എല്ലാം ഉള്ളൊരു സമ്പ്രദായമാണ്. പക്ഷേ ഇതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ കുട്ടികളുടെ ശമ്പളം ഇല്ലാത്ത ചെറിയ ചെറിയ ജോലികൾ നേപ്പാളിൽ, പിന്നീട് അവർക്ക് വിലക്കയറ്റം, ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ള സ്ഥിതിക്ക് ഈ ഒരു സമ്പ്രദായത്തിൽ, താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വൈകിയാണെങ്കിലും മറുപടി പറയട്ടെ, ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ, പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങിയോ എന്നുള്ള സംശയം ഉണ്ട്. അപ്പോൾ ഒരു പുതിയ സിസ്റ്റത്തിനെ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതാണ് പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ രബി സ്വതന്ത്ര പാർട്ടിയുടെ നേതാവിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു റാപ്പറായിരുന്നു, ഒരു മ്യൂസീഷ്യനായിരുന്ന ആളാണ് ശിവൻ, എനിക്ക് ഷാ, അദ്ദേഹം നേപ്പാളിലെ മേയറാണ്. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കണമെന്നെല്ലാം വിദ്യാർത്ഥികൾ ഇന്നലെയെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. അതെല്ലാം അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലാന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു രീതിയിലേക്ക് പോകണം. അതിൽ ആർമിയുടെ ഞാനൊരു പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആർമിയുടെ ചീഫ് ഇത്തവണ ആ ജനങ്ങളോട് ശാന്തരായിരിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പുറകിൽ കണ്ട ചിത്രം നേപ്പാളിലെ ആദ്യത്തെ, അതായത് യുണൈറ്റഡ് നേപ്പാളിൻ്റെ, അതിനു മുമ്പ് കാഠ്മണ്ഡുവും പട്ടാനും ഭക്തിപൂറും അല്ലെങ്കിൽ എല്ലാം പല വേറെ വേറെ രാജ്യങ്ങളായിരുന്നു. അവരെ ഏകീകരിച്ച രാജാവിൻ്റെ ചിത്രമായിരുന്നു. അത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. മാസങ്ങൾക്ക് മുമ്പ് രാജഭരണം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിലും അവിടെ അക്രമങ്ങൾ നടന്നിരുന്നു. സ്ട്രീറ്റിൽ പ്രൊട്ടസ്റ്റുകൾ ചില ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് പോവുക എന്നുള്ളത് ആർമി തന്നെ ഒരു പക്ഷേ വളരെ പ്രൊഫഷണൽ ഒരു ആർമിയാണ് നേപ്പാളിൽ. അവർ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ആർമിയെ പോലെ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. പക്ഷെ അവർ നിർബന്ധിതരായേക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും പ്രസിഡന്റ് ഇദ്ദേഹത്തിൻ്റെ ഒലിയുടെ രാജ്യം സ്വീകരിച്ച സ്ഥിതിക്ക് ഇപ്പോൾ താൽക്കാലിക പ്രസിഡന്റ് ഒരു പ്രധാനമന്ത്രി അപ്പോയിൻ്റ് ചെയ്തിട്ട് കഴിയും വേഗം തിരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും അവർക്ക് മുന്നിലുള്ള ഒരു ആദ്യത്തെ ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. ജനാധിപത്യത്തിൽ തുടരുമോ അതോ രാജവാഴ്ച തിരിച്ചു വരുമോ? ശരിക്കും നേപ്പാൾ ഒരു വഴിത്തിരിവിലാണ്, എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരിക്കണം. ശ്രീ എം ഷിനാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പൊളിറ്റിക്കൽ ക്ലാസ് മുഴുവൻ അഴിമതി ആരോപണം നേരിടുകയാണ്. അതിന് ഒരു പാർട്ടി എന്നുള്ളത് വ്യത്യാസമില്ല. നേപ്പാളി കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ ആവട്ടെ, മാവോയിസ്റ്റ് പാർട്ടി ആവട്ടെ, അതിൻ്റെ നേതാക്കൾ ഭരണാധികാരികളായിരുന്നവർ അഴിമതി ആരോപണം നേരിടുന്നു. പരസ്പരം അവർ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന വികാരം ജനങ്ങളിൽ ശക്തമാകുന്നു. നെപ്പോ കിഡ്സ്, നെപ്പോ ബേബീസ് തുടങ്ങിയ ഹാഷ്ടാഗുകൾ ട്രെൻഡിങ് ആവുന്നു. ഈ ഭരണാധികാരികളുടെ മക്കൾ ആഡംബര ജീവിതം നയിക്കുമ്പോൾ സാധാരണ നേപ്പാളികൾക്ക് അങ്ങേയറ്റം മോശമായ ജീവിത സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നു. നമുക്കറിയാവുന്നതുപോലെ 20% മുകളിലാണ് നേപ്പാളിലെ തൊഴിലില്ലായ്മ. നേപ്പാളിൻ്റെ GDP-യുടെ 33% റെമിറ്റൻസ് ആണ്, പ്രവാസമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവാസവും ടൂറിസവുമാണ് അവിടുത്തെ എക്കോണമിയെ നിലനിർത്തുന്നത് തന്നെ. ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്ത് കറപ്ഷൻ പിടിവിട്ട് പോകുമ്പോൾ യുവാക്കൾക്ക് തെരുവിലിറങ്ങാതെ നിവൃത്തിയില്ല എന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നടന്ന ഒരു വിപ്ലവമായി ഇതിനെ കാണാൻ തയ്യാറുണ്ടോ? അതോ ഇത് പലരും പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ ആരോപിക്കുന്നത് പോലെ എഞ്ചിനീയർ ചെയ്യപ്പെട്ട ഒന്നാണോ? ഇത് എഞ്ചിനീയർ ചെയ്യപ്പെട്ടതല്ല എന്ന് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നേപ്പാളിൽ 2008 മുതലുള്ള റിപ്പബ്ലിക്കൻ എക്സ്പെരിമെൻറ്റ്, രാജവാഴ്ച 2006 അവസാനിച്ചു. 2008 മുതൽ ഏതാണ്ട് 17 വർഷം 12 പ്രധാനമന്ത്രിമാർ നേപ്പാളിൽ ഭരിച്ചു. രണ്ട് കാര്യങ്ങളുണ്ട്. നേപ്പാളിൻ്റെ ഈ സാമ്പത്തിക മാതൃക വളരെ അനിശ്ചിതവും അഭദ്രവും സുരക്ഷിതമില്ലാത്തതുമായിട്ടുള്ള ഒരു സാമ്പത്തിക മാതൃക ആണ് നേപ്പാൾ നമുക്ക് മുമ്പിൽ മുന്നോട്ട് വെക്കുന്നത്. കാരണം നേരത്തെ അഭിലാഷ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2024-25 നേപ്പാളിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറിൻ എംപ്ലോയ്മെൻറ്റ്
ഏതാണ്ട് 8,39,000 നേപ്പാളികൾക്കാണ് നേപ്പാളിന് പുറത്തേക്ക് പോയി ജോലി ചെയ്യാനുള്ള ഈ ലേബർ എക്സിറ്റ് പെർമിറ്റ് കൊടുത്തത്. നേപ്പാളിൽ ആകെ ജനസംഖ്യ 2.6 കോടിയാണെന്ന് ഓർക്കണം. അപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാതെ, ഇൻഡസ്ട്രിയൽ റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ വ്യാവസായിക പുനഃക്രമീകരണങ്ങൾ നടത്താതെ ഈ ജനങ്ങളെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് നേപ്പാൾ. റെമിറ്റൻസ്, നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചത് വളരെ കൃത്യമാണ്. GDP-യുടെ 33% ഇത്തരം നേപ്പാളികൾ അയക്കുന്ന റെമിറ്റൻസാണ്. അത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ലോകത്തിൽ മറ്റൊരു രാജ്യത്തിനും GDP-യുടെ 33% റെമിറ്റൻസ് ഇല്ല. അതിനു പുറമെ 2024 അണ്ടർഎംപ്ലോയ്മെൻറ്റ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതാണ്ട് 21% അടുത്താണ്. ബിരുദധാരികൾക്ക് സ്ഥിരമായിട്ടുള്ള ജോലികളില്ല. അതുപോലെ ബാങ്കിൽ കിട്ടാക്കടമായി തിരിച്ചടവില്ലാതെ ലോണുകൾ കെട്ടിക്കിടക്കുന്നു. ഈ 2024 മുതൽ IMF-ന്റെ സാമ്പത്തിക നിഷ്ഠ പാലിക്കുന്നതിൻ്റെ ഭാഗമായി നേപ്പാളിൽ ഇന്ധന വില വർധന ഉയർന്നു. അതുപോലെ ഭക്ഷ്യവില വർധന ഉയർന്നു. ഇപ്പോൾ പച്ചക്കറിക്ക് 27% വരെ വിലവർധനമുണ്ട്. IMF-ന്റെ ഈ പരിഷ്കാരങ്ങളുടെ ഭാഗമായി തന്നെ, പരിഷ്കാരങ്ങളിലല്ല, ഈ കഠിന നിഷ്ഠകളുണ്ടല്ലോ, സാമ്പത്തിക അച്ചടക്കം എന്നൊക്കെ പറയുന്ന, അതിൻ്റെ ഭാഗമായി ഡിജിറ്റൽ ടാക്സസ് ഏർപ്പെടുത്തി. ഇങ്ങനെയുള്ള ഒരു ആളുകളെ കയറ്റുമതി ചെയ്ത് ഈ റെമിറ്റൻസിനെ കൂടുതൽ ആശ്രയിക്കുന്ന വ്യവസ്ഥ. രണ്ടാമത്, നേരത്തെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പരീക്ഷണത്തിൻ്റെ ശൂന്യതയും അല്ലെങ്കിൽ നിസ്സാരതയും പരാജയവും കാണിക്കുന്നതാണ്. 2008 മുതലെങ്കിലും നേപ്പാളിലെ മാവോയിസ്റ്റ് വിഭാഗവും പ്രചണ്ഡയുടെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് വിഭാഗവും നേപ്പാളിൽ മാറി മാറി ഭരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ നേതൃത്വത്തിൽ ഉണ്ടായിട്ട് പോലും കമ്മ്യൂണിസ്റ്റ് ഐഡിയൽസ് അവർ വളരെ റാഡിക്കലായിട്ടുള്ള ചേഞ്ചൊക്കെ നടപ്പാക്കുമെന്ന് പ്രോമിസ് ചെയ്തു. ഒരു അടിസ്ഥാനപരമായ മാറ്റവും ഉണ്ടായില്ല. നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഭരിച്ചപ്പോഴും പാട്രോണേജ് പൊളിറ്റിക്സ്, രക്ഷാകർതൃ രാഷ്ട്രീയമാണ് അവർ പിന്തുടർന്നത്. മാത്രമല്ല ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ സ്വകാര്യ സ്വത്ത് അതേപടി നിലനിർത്തി. നേപ്പാളിൻ്റെ എയ്ഡ് ആൻഡ് റെമിറ്റൻസ് ഡിപ്പെൻഡൻറ്റ് ഇക്കോണമി, വിദേശ സഹായവും ഈ റെമിറ്റൻസ്, നേപ്പാളികൾ അയക്കുന്ന റെമിറ്റൻസും ആശ്രയിച്ചിട്ടുള്ള ആ സമ്പദ് വ്യവസ്ഥ അതേപോലെ അതിൽ തന്നെ പറ്റിപ്പിടിച്ച് നിന്നു. ആഭ്യന്തര ഉപഭോഗം, വ്യാവസായിക വളർച്ച, വ്യാവസായിക പുനഃക്രമീകരണം ഇതൊന്നും ചെയ്തില്ല. അതിനു പുറമെ ഈ കമ്മ്യൂണിസ്റ്റ് ഏത് വിഭാഗം ഭരിച്ചാലും വിഭാഗീയത, ഈ കറപ്ഷൻ സ്കാൻഡൽസ്, അതുപോലുള്ള പൊളിറ്റിക്സ് ഒക്കെ വന്നു. അതുകൊണ്ടാണ് സ്പൊറാഡിക്കായിട്ട് ഇടയ്ക്കിടെ നേപ്പാളിൽ പ്രോ ലോയലിസ്റ്റ് ഭരണാനുകൂല പ്രകടനങ്ങൾ അല്ലെങ്കിൽ റൈറ്റ് വിങ് ഫോഴ്സസ് ഒക്കെ തലയുയർത്തി തുടങ്ങിയത്. രാജഭരണം അവസാനിപ്പിച്ച രാജ്യത്ത് രാജഭരണത്തോടുള്ള നൊസ്റ്റാൾജിയ ഉണ്ടാകണമെങ്കിൽ രാജഭരണം അവസാനിപ്പിച്ച് 2008 മുതലെങ്കിലും റിപ്പബ്ലിക്കൻ സ്വപ്നം നേപ്പാളികൾക്ക് നൽകിയ മാറി മാറി വന്ന സർക്കാരുകൾ. ഇപ്പോൾ നോക്കൂ, നേപ്പാളി കോൺഗ്രസ് ആവട്ടെ, നേപ്പാളിലെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാവട്ടെ, ലെഫ്റ്റിസ്റ്റ് ആവട്ടെ, സെൻട്രിസ്റ്റ് ആവട്ടെ, ജനങ്ങൾ, ഈ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ നേപ്പാൾ ജനസംഖ്യ 2.6 കോടിയാണെങ്കിൽ അതിൽ 16 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർ 40%. ഈ ജനങ്ങൾ ഇവരാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ഈ ചെറുപ്പക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിനിമയ ഉപാധിയാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു വലിയ ഗർത്തം നേപ്പാളിലുണ്ട്. അതിനു പുറമെയാണ് ഈ മൈഗ്രൻ്റ് ഗിഗ് വർക്ക്, ഈ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ വർക്കും അതുപോലെ തന്നെയുള്ള അവരുടെ കമ്മ്യൂണിക്കേഷനും ഒക്കെയാണ്. ഇതൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. നേപ്പാളിൽ കഴിഞ്ഞ 2008 മുതലെങ്കിലും മാറി മാറി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അടക്കം നേപ്പാളിൽ അടിസ്ഥാനപരമായ യാതൊരു പരിവർത്തനവും ഉണ്ടാക്കിയില്ല. നേപ്പാൾ അതേപോലെ നിലനിന്നു, കൂടുതൽ സാമ്പത്തികമായി തളർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ തൊഴിലില്ലായ്മയുണ്ട്, അഴിമതിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്നപ്പോൾ ഈ സോഷ്യൽ മീഡിയ ബാൻ ഒരു വലിയ നിമിത്തമാവുകയും അത് മറ്റ് കാര്യങ്ങളിലേക്ക് പടരുകയും, അതാണ് നമ്മൾ പ്രധാനമന്ത്രി ഓലി മാത്രമല്ല അതിന് മുമ്പുള്ള ദുബെ, എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും മുൻ പ്രധാനമന്ത്രിമാരുടെയും മുൻ മന്ത്രിമാരുടെയും
ഇപ്പോഴുള്ള മന്ത്രിമാരുടെയും ഒക്കെ വീടുകൾ തീയിട്ട് നശിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ക്ലാസിനെ അപ്പാടെ തന്നെ നേപ്പാളിലെ യുവാക്കൾ തിരസ്കരിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്നത് കണ്ടു. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട നേതാക്കളുടെ വീടുകൾ ആക്രമിച്ചു എന്ന് മാത്രമല്ല, പാർട്ടി ഓഫീസുകളും ആക്രമിച്ചു, നേപ്പാളി കോൺഗ്രസിന്റെ അടക്കം ഓഫീസ് ആക്രമിച്ചു, കത്തിച്ചു. അതൊക്കെയാണ് സംഭവിച്ചത്. ശ്രീ യുവരാജ് ഗോകുൽ, ഇന്നലെ നമ്മൾ അവിടെ കണ്ട ഒരു ദൃശ്യം, വിഷ്ണുപ്രസാദ് പുണ്ടേൽ എന്ന ധനമന്ത്രിയെ ഓടിച്ചിട്ട് തെരുവിലൂടെ ഈ യുവാക്കൾ അടിക്കുകയാണ്. ഷേർ ബഹാദൂർ ദുബെ, മുൻ പ്രധാനമന്ത്രി, ഇപ്പോൾ അദ്ദേഹം സഖ്യകക്ഷി സർക്കാരിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മന്ത്രിയാണ്. അവർ അവരുടെ വീട് ആക്രമിച്ചു എന്ന് മാത്രമല്ല, അവർ രണ്ടുപേരും ജനങ്ങളുടെ മർദ്ദനത്തിനിരയായി. ഇങ്ങനെ ഭരണാധികാരികൾ ജനങ്ങളാൽ തെരുവിൽ വെച്ച് കായികമായി ആക്രമിക്കപ്പെടുന്ന ദൃശ്യം ഒരർത്ഥത്തിൽ അത് ഭീതിജനകവുമാണ്, ഒരു അനാർക്കിയുടെ സൂചന കൂടിയാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ, നേപ്പാളിൽ ഇത് സംഭവിച്ചു, മുമ്പ് ബംഗ്ലാദേശിൽ സംഭവിച്ചു, അവിടെ ഭരണമാറ്റം ഉണ്ടായി. അവിടെ പക്ഷെ ഭരണമാറ്റം ഉണ്ടായത് ആശാസ്യമായ ഭരണമാറ്റമാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ശ്രീലങ്കയിൽ ഇത് സംഭവിച്ചു. സൗത്ത് ഏഷ്യയിലെ നമ്മുടെ അയൽ രാജ്യങ്ങളായ 3 രാജ്യങ്ങളിൽ, ഡെമോക്രസി ഉണ്ടായിരുന്ന 3 രാജ്യങ്ങളിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇതിനെ ഒരു അപായ സൂചനയായി, മോബോക്രസിയുടെ അപായ സൂചനയായി, ജനം തെരുവിലിറങ്ങി കൈകാര്യം ചെയ്യുന്നതിന്റെ അപായ സൂചനയായി കാണുന്നുണ്ടോ? അല്ല, 3 അല്ല 4 എന്ന് പറയേണ്ടി വരും. അഫ്ഗാനിസ്ഥാനിലും അത് സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അമേരിക്ക അവിടെ വിട്ടുപോകുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിലും അത് സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള 4 രാജ്യങ്ങളിൽ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഭരണത്തിനെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ജനം തെരുവിലിറങ്ങി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികൾ തെരുവിലിറങ്ങി അട്ടിമറിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, തൊട്ടടുത്ത് കിടക്കുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. അവിടെ നിലവിൽ നമുക്കറിയാം അവിടെ ഡെമോക്രസി എന്ന് പറയുന്ന ഒന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഷ്യൻ ഒരു മേഖലയിൽ ഇപ്പോൾ ഇന്ത്യ മാത്രമാണ് ഒരു വലിയ ജനാധിപത്യ ശക്തിയായിട്ട് നിലനിൽക്കുന്നത്. പാകിസ്ഥാനിലെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. പാകിസ്ഥാനിൽ ഭരണകൂടമൊന്നുമല്ല അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സൈന്യവും മറ്റ് ചില തീവ്രവാദ ശക്തികളും എല്ലാം കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യ മാത്രമാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഈ മേഖലയിൽ ജനാധിപത്യത്തിൻ്റെ വലിയ ഒരു ഫോഴ്സായിട്ട് നിലനിൽക്കുന്നത്. ഇതിനകത്ത് അട്ടിമറികളുണ്ട് എന്നുള്ള തരത്തിലുള്ള വലിയ തിയറികളും വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. പർട്ടിക്കുലർലി ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവിക്കലായിരുന്നില്ല. ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങുന്നു. അവിടെ ജനാധിപത്യമായി തിരഞ്ഞെടുത്ത് അത്യാവശ്യം പുരോഗമനപരം എന്ന് പറയുന്ന തലത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണാധികാരി അവിടെ നിന്ന് ഓടിച്ചു വിടുന്ന സാഹചര്യവും അതിനുശേഷം അവിടെ സംഭവിക്കുന്നതും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തുടർച്ചയായിട്ട് നേപ്പാളിൽ സംഭവിക്കുന്നു. നേപ്പാളിൽ സംഭവിക്കുന്നതിനെ കുറിച്ചിട്ട് 2 അഭിപ്രായം വരുന്നുണ്ട്. ഞാൻ നേപ്പാളിലെ വിഷയവും ഞാൻ ആദ്യം കരുതിയത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ്, അല്ല എന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ഫോഴ്സ് അതിനെ അട്ടിമറിക്കുന്നതാണെന്നാണ് കരുതിയത്. പക്ഷേ നമുക്ക് ഏകപക്ഷീയമായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ള സാഹചര്യമാണ്. കാരണം നേപ്പാളിലെ വിഷയം പ്രധാനമായിട്ടും ജെൻസി കിഡ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജെൻസി ഒരു തലമുറ 1996 മുതൽ 2010 വരെ വരുന്ന ഒരു ജെൻസി തലമുറയാണ് അതിൻ്റെ പുറകിലായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേപ്പാളിലെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് 20% മുകളിലേക്ക് പോയിരിക്കുകയാണ്. നേപ്പാളിൽ ഒരു മീഡിയൻ ഏജ് എന്ന് പറയുന്നത് 25 വയസ്സാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ പറയുന്ന ജെൻസി എന്ന് പറയുന്ന തലമുറയിൽ പെടുന്ന ആൾക്കാരാണ്. അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് നെപ്പോ കിഡ്സിനെതിരായിട്ടാണ്. അവിടെയുള്ള ഭരണവർഗമാവട്ടെ പ്രതിപക്ഷമാവട്ടെ എല്ലാവരും തന്നെ നെപ്പോ കിഡ്സ് എന്നുള്ള നിലയിൽ അവരുടെ സാമന്തന്മാർക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ പോലെ എല്ലാ തലത്തിലും അവരുടെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമായിട്ട് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നു. സാധാരണ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിയില്ല, അവർക്ക് അവരുടെ രാജ്യം വിട്ടുപോവുകയും ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടിയും ക്ലാരിറ്റി ഉണ്ടാകേണ്ടുന്നതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെയും വിദേശകാര്യ വകുപ്പാവട്ടെ അല്ല ഇന്ത്യയുടെ ഔദ്യോഗിക സംവിധാനങ്ങളാകട്ടെ അതിനകത്ത് ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയുന്ന ഒരു തലത്തിലേക്ക് ഇതുവരെയും പോയിട്ടില്ല. അത് മറ്റേതെങ്കിലും ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് തിരിയുന്നതായിട്ടും നമ്മൾ ഇതുവരെ ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിലും നമ്മൾ കണ്ടു, അതൊക്കെ ചില വിഭാഗങ്ങൾക്കെതിരായിട്ട് തിരിയുന്നത് കണ്ടു. നേപ്പാളിൽ ഇതുവരെ അത്തരത്തിലുള്ള ഒരു നീക്കവും നമ്മൾ കണ്ടിട്ടില്ല. ഭരണകൂടം ഭരണവർഗം എന്ന് പറയുന്ന വിഭാഗത്തിനെതിരെ മാത്രമായിട്ടാണ് അത് നിലനിൽക്കുന്നത്. ശരി, ശ്രീ ഡോക്ടർ അമർ പുലർക്കാട്ട്, നേപ്പാൾ 2008 ശേഷം, അതായത് സമ്പൂർണ്ണമായി റിപ്പബ്ലിക് ആയതിനു ശേഷം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകൾ ഭരിച്ചു, മാവോയിസ്റ്റുകൾ ഭരിച്ചു, നേപ്പാളി കോൺഗ്രസ് ഭരിച്ചു. ഇന്നലെ ജനങ്ങൾ പാർട്ടി വ്യത്യാസമോ കൊടി വ്യത്യാസമോ നോക്കാതെ നേതാക്കളെ, അവരുടെ വീടുകളെ ഒക്കെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. അത്രയും ശക്തമായ ഒരു വികാരം പൊളിറ്റിക്കൽ ക്ലാസ്സിനെതിരെ എന്തുകൊണ്ട് അവിടുത്തെ സാധാരണ ജനങ്ങൾക്കുണ്ടായി എന്നുള്ളത് ഗൗരവപൂർണമായ ഒരു ചോദ്യമല്ലേ? ശരിയാണ്, ഇങ്ങനെയുള്ള മോബോക്രസി അംഗീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിനപ്പുറത്ത് എന്തുകൊണ്ട് ജനങ്ങൾക്ക് ഇത്ര രോഷമുണ്ടായി, എന്തുകൊണ്ട് ഇത്ര ദേഷ്യമുണ്ടായി എന്നുള്ളത് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലെയും ജനങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ വിശകലന വിദഗ്ധരോ രാഷ്ട്രീയക്കാരോ ഒക്കെ ചിന്തിക്കേണ്ടതല്ലേ? അഭിലാഷ്, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം.
അഭിലാഷ്, നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നത് കാണാനായിട്ട് സാധ്യതകൾ കുറഞ്ഞ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് കാഴ്ചകൾ കാണാതിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മളുടേത്. അപ്പൊ അത്തരം ഒരു ഇടത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ വളരെ ഒരു രാജഭരണകൂടം, ഒരു മൊണാർക്കി അവസാനിപ്പിച്ച് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിലേക്ക് ഒരു രാജ്യം മാറുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ നേപ്പാളിന്റെ കാര്യത്തിൽ കണ്ടതാണ്. അവിടെ അങ്ങനെ ഒരു ജനാധിപത്യ ഭരണകൂടം വന്നതിന് ശേഷം പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ജനാധിപത്യ ഭരണകൂടത്തിന്റെ, അത് അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പാർട്ടികളും മറ്റും അധികാരത്തിൽ വന്നതിന് ശേഷം, എന്നാൽ അവർക്ക് ഇവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്. അത് ഭൂപരിഷ്കരണമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത പലതും തന്നെ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു വലിയൊരു പരാജയം അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥയാണ് നേപ്പാളിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസവും മറ്റുമെല്ലാം വലിയ ചെലവേറിയ ഒന്നായിട്ട് തുടരുന്നു. ഭൂപരിഷ്കരണം പോലുള്ള കാര്യങ്ങൾ അത് വേണ്ട വിധത്തിൽ നടപ്പാക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. അതുപോലെ തൊഴിലില്ലായ്മ വരുന്നു. അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരുപാട് കഷ്ടതകളിലേക്ക് നയിക്കുന്ന സ്ഥിതിവിശേഷം കൂടെ ഉടലെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല ഈ പാർട്ടികൾക്കകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളുമുണ്ട്. ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് ഒരു സ്റ്റെബിലിറ്റി നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ചെറിയ കാലയളവിനുള്ളിൽ പല ഭരണാധികാരികൾ മാറി മാറി വരുന്നു. അതുപോലെ തന്നെ അതിന്റെ അകത്ത് കെടുകാര്യസ്ഥത, അഴിമതി മുതലായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. അവർക്ക് ഒരു നേരായ രീതിയിലൊരു നല്ല ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. അതുപോലെ ഈ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ അവർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പോ ഇത് ഈ ഒരു സ്ഥിതിവിശേഷം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഭരണകൂടത്തിന്റെ വലിയൊരു അസ്ഥിരതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭരണകൂടത്തിനെതിരെ സ്വാഭാവികമായിട്ട് വന്നിട്ടുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉയർന്നു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു വരുന്ന പല പ്രശ്നങ്ങളെയും കേന്ദ്രീകരിച്ചിട്ടാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ബാൻ മറ്റും കേന്ദ്രീകരിച്ച് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള തരത്തിൽ പല ചർച്ചകളും വരുന്നുണ്ട്. പക്ഷെ ആ ചർച്ചകളെ നമ്മൾ ലളിതവൽക്കരിച്ച് കാണുന്നതിന് തുല്യമായിരിക്കും. കാരണം കേവലം സോഷ്യൽ മീഡിയയ്ക്ക് നേരിട്ടിട്ടുള്ള ഒരു ബാനും മറ്റും ഒന്നും അല്ല ഇതിന് കാരണം വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക അസ്ഥിരത, ഒരു വലിയൊരു അരക്ഷിതാവസ്ഥ ഈ ജനതയെ ആകെ വലയം ചെയ്യുകയും അതിൽ പ്രധാനമായിട്ടും അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ നേരത്തെ AM ഷിനാസ് അദ്ദേഹത്തിന്റെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ, ഈ പറയുന്ന പുരോഗമനപരമായിട്ടുള്ള നിരവധി വാഗ്ദാനങ്ങളോടുകൂടി വന്നിട്ടുള്ള ഭരണകൂടത്തിന് അത് നിറവേറ്റാനാവാതെ വരികയും അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും മുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ വലിയ പരാജയങ്ങളും വലിയ തരത്തിലുള്ള തിരിച്ചടികളും അവർക്ക് നേരിടുന്ന സാഹചര്യം നേപ്പാളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം എത്ര പ്രധാനമന്ത്രിമാരാണ് ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ അവിടെ മാറിയതെന്ന് നോക്കൂ. ഏതാണ്ട് 5ഓളം പ്രധാനമന്ത്രിമാർ ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് മാറി വന്നിട്ടുണ്ട്. പാർട്ടികൾക്കകത്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് സ്പ്ലിറ്റുകൾ ഉണ്ടാവുന്നു, പുതിയ പാർട്ടികൾ ഉണ്ടാവുന്നു. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരുന്നു. അപ്പോ ഇത് ഈ ഒരു വ്യവസ്ഥിതിയുടെ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോ അത് വലിയ ഒരു പരാജയത്തിലേക്ക് നേപ്പാളിന്റെ ഒരു വ്യവസ്ഥിതിയെ നയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ഒരു പ്രതിഷേധം എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് പല സൂചനകളിൽ നിന്ന് വായിച്ചെടുക്കാം. നമുക്ക് ഈ രാത്രിയിലെ ആദ്യത്തെ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വിശദാംശങ്ങളിലേക്ക്, ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ മുരളീധരൻ നായർ കടുങ്ങല്ലൂർ, ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രിമാർ മാറി വന്നതിനെ കുറിച്ച് പറഞ്ഞു. അവിടെ പ്രധാനമന്ത്രിമാർക്കെതിരെ കടുത്ത ആക്ഷേപങ്ങൾ ഇല്ലാത്ത പ്രധാനമന്ത്രിമാരേ ഇല്ല എന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ഷേർ ബഹാദൂർ ദുബൈ ഇന്നലെ ആക്രമിക്കപ്പെട്ടു. അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണം വിമാനം വാങ്ങിയതിൽ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളതാണ്. അർസൂർ റാണ ദുബൈ ഭാര്യ ഈ സർക്കാരിൽ അംഗമാണ്. മനുഷ്യക്കടത്ത് ആരോപണമാണ്. അമേരിക്കയിലേക്ക് കാശ് വാങ്ങിച്ച ആളെ കടത്തി എന്നുള്ള ആരോപണമാണ് നേരിടുന്നത്. പ്രചണ്ഡ തന്നെ ഈ മാവോയിസ്റ്റുകളെ പുനരധിവസിപ്പിക്കാനും അവരെ നിരായുധീകരിക്കാനും വന്ന ഫണ്ട് മുഴുവൻ അടിച്ച് സമ്പന്നനായി എന്ന ആരോപണം നേരിടുന്നു. മാധവ് കുമാർ നേപ്പാൾ, ബാബുറാം ഭട്ടാറായ്, ഖിൽരാജ് റൈലി, ഇങ്ങനെ എല്ലാ മുൻ പ്രധാനമന്ത്രിമാർക്കെതിരെയും ആരോപണം. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്കെതിരെ അദ്ദേഹം തേയിലത്തോട്ട ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വഴിമാറ്റി കൊടുത്തു എന്ന ആരോപണം നേരിടുന്നു. ഇങ്ങനെ ഈ അഴിമതിയുടെ
ഒരു പണ്ടോരയുടെ പെട്ടി തുറന്നത് മാതിരിയുള്ള അനുഭവം. പരസ്പരം ഈ നേതാക്കൾ ഇവരെല്ലാം സംരക്ഷിച്ചു നിർത്തുന്നു. ക്യാബിനറ്റ് തീരുമാനമെടുത്ത അഴിമതി കേസുകൾ പ്രൊസീഡ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. ഇങ്ങനെ അഴിമതി കൊട്ടിക്കുത്തി വാണു നേപ്പാളിലെ ഈ റിപ്പബ്ലിക്കൻ പരീക്ഷണത്തിൽ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമായി കൂടെ. തീർച്ചയായിട്ടും അഴിമതി തന്നെയാണ് ഇതിൻ്റെ എല്ലാം മൂല കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജനങ്ങളിലേക്ക് എത്തേണ്ട പൈസ, അവരുടെ ആ ധനസമ്പത്ത് മുഴുവൻ ഒരു മുകളിൽ നിന്നും അതിൻ്റെ മുഴുവൻ അടിച്ചു മാറ്റി അവർ വിദേശത്തേക്ക് പോവുകയും നാട്ടിൽ തന്നെ വളരെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ, ഒരു ജനങ്ങളെ ഭയമില്ലാതെ, ജനങ്ങളോട് ഉത്തരവാദിത്വമില്ലാതെ അവിടെ തന്നെ കുട്ടികൾക്കും അവരും. ഇപ്പോൾ നോക്കൂ, ഈ ദബോയുടെ നമ്മുടെ പഴയ നേപ്പാളി കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എങ്ങനെയാണ് അവിടെ MP ആക്കിയതെന്ന് നമുക്കറിയാം. നേപ്പാളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 167 സീറ്റുകളാണ് തെരഞ്ഞെടുപ്പിലൂടെ വരുന്നത്. 110 സീറ്റുകൾ റെപ്രസെൻറ്റേഷണൽ രീതിയിലൂടെയാണ് ഓരോ കക്ഷിയിൽ നിന്നും വരുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആർസു റാണ ദബോയെ അവിടെ MP ആക്കിയത്. അവരെ പിടിച്ച് സീനിയർ മന്ത്രിയാക്കുകയാണ്. അങ്ങനെ ഒരു കുടുംബ വാഴ്ച തന്നെ. രാജാവ് പോയെങ്കിലും രാജവാഴ്ച പോലെ ഈ സ്വയം രാജാവായിട്ട് ഈ നേതാക്കളെല്ലാം, കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ അവിടുത്തെ കോൺഗ്രസ്സുകാരാവട്ടെ, എല്ലാവരും ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഈ ഒരു സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ പ്രവൃത്തിയിൽ നാം കാണുന്നത്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ കൊടിയുടെ നിറം നോക്കാതെ, പാർട്ടിയുടെ പേര് നോക്കാതെ എല്ലാ പാർട്ടിയിലെ നേതാക്കളെ ഇവർ ആക്രമിച്ചു എന്നുള്ളതാണ്, ഒന്നോ രണ്ടോ പേര് ഒഴിച്ചിട്ട്. അപ്പോൾ അവർക്ക് തന്നെ ഒരു ഭരണം നടത്താനുള്ള, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്വതന്ത്ര പാർട്ടിയുടെ റബി ലക്ഷ്മണിക്ക് ഒരു രാഷ്ട്രം നടത്തുവാനുള്ള കഴിവുണ്ടോ? ഇപ്പോൾ നമ്മൾ യുക്രൈനിൽ കണ്ടതാണ്. അവിടെ ഒരു കൊമേഡിയനായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആവുകയും അത് എങ്ങനെയാണ് റഷ്യ പോലുള്ളൊരു ശക്തിയോട് ഇടപെടേണ്ടതെന്ന് മനസ്സിലാവാതെ യൂറോപ്പിലെ ചില രാജ്യങ്ങളുടെ അവരെ ഒരു കുട്ടി കുരങ്ങനുണ്ട് ചോറ് വാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇന്നും ഇപ്പോൾ 3-ാം വർഷമാണ് യുദ്ധം നീണ്ടു പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ കഴിവില്ലാത്തൊരു നേതാവിനെ, അല്ലെങ്കിൽ മറ്റൊരു റാപ്പർ അല്ലെങ്കിൽ കൊമേഡിയനായ ശിവൻ ഷായെ, അവിടുത്തെ മേയറാണ് അദ്ദേഹം, വളരെ പോപ്പുലറാണ് ജനങ്ങളുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ. പക്ഷെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തിന് വരാൻ ഉള്ള കഴിവുണ്ടോ എന്നാണ്. അപ്പോൾ ജനങ്ങൾ ഈ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ പഴയ രാഷ്ട്രീയ കക്ഷികളെ എല്ലാം നിരാകരിച്ചിട്ട് ഒരു പുതിയ കക്ഷിക്കോ അല്ലെങ്കിൽ പുതിയൊരു സംവിധാനത്തിന് വേണ്ടി അതിൻ്റെ പിന്നിൽ അണിനിരക്കാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. അവർക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാകുമോ? നേപ്പാൾ പോലുള്ള വിസ്തൃതമായ ഒരു രാജ്യത്ത് പല അധികം കക്ഷികളും പല പ്രശ്നങ്ങളുമുള്ള രാജ്യത്ത് വീണ്ടും രാജ്യത്തെ ഒരു സ്ക്വയർ വണ്ണിൽ നിന്നും വീണ്ടും കെട്ടിപ്പടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് ഈ നേതാക്കൾക്കുണ്ടോ എന്നുള്ളതാണ്. ഞാനിന്ന് നേപ്പാളിലെ ചില സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചു. പ്രൊഫഷണൽസ് ഉണ്ട്, ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ നമ്മളുടെ സുഹൃത്തുക്കളുണ്ട് പഴയത്. അവരെല്ലാവരും ഹാപ്പി ആയിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. അത് അവർ മീൻ ചെയ്യുന്നു എന്നുള്ളത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ പഴയ യുവാക്കൾ മാത്രമല്ല, പഴയ ആൾക്കാരും അവിടുത്തെ എല്ലാ ക്രോസ് സെക്ഷൻ, ആ സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദം മുഴുവൻ അവിടുത്തെ ഈ സംവിധാനത്തോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്ന പോലെയാണ് കാണുന്നത്. അവിടെ ആർമി എങ്ങനെ ഏത് റോളിലേക്ക് വരും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ ഓഡിയോ എത്തിയോ എന്ന് എനിക്കറിയില്ല. ആർമിയുടെ ചീഫ് ജനങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്ന ചിത്രം നേപ്പാളിലെ ആദ്യത്തെ രാജാവിൻ്റെയാണ്. അപ്പോൾ രാജഭരണത്തിന് ആർമി സപ്പോർട്ട് ചെയ്യുമോ? ആർമിയിൽ തന്നെ കുറേ പേർ റോയലിസ്റ്റുകളുണ്ട്, രാജഭരണത്തെ അനുകൂലിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെമോക്രസി, നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ വളരെയധികം മനോഹരമായ രീതിയിൽ അവിടെ ഒരു ഡെമോക്രസി കെട്ടിപ്പടുത്തത് ഒരു രാത്രി കൊണ്ട് ഇല്ലാതാവുകയും വീണ്ടും ഒന്നുകിൽ ഒരു രാജ്യം ഭരിച്ച് കഴിവില്ലാത്തവർ ഭരണത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ ആർമിയുടെ സപ്പോർട്ട്, പാകിസ്ഥാനിലെ പോലെ ആർമിയുടെ പക്ഷത്തോടെ ഒരു റോയലിസ്റ്റ് ഗ്രൂപ്പ് മുന്നോട്ട് വരുമോ? ഇതെല്ലാം ഈ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സ്പെക്കുലേഷൻ നടത്താനേ കഴിയുള്ളൂ. അഭിലാഷ്, തീർച്ചയായിട്ടും. അവിടെ ശ്രീ എം ഷിനാസ്, നമ്മുടെ തൊട്ട അയൽക്കാരായ മറ്റ് 2 രാജ്യങ്ങളുടെ
ശ്രീലങ്കയുടെയും ബംഗ്ലാദേശിന്റെയും അവസ്ഥ കണ്ടിട്ടുണ്ട്. ഈ രംഗങ്ങൾ അവിടെയും ആവർത്തിക്കപ്പെട്ടിരുന്നു. പ്രസിഡന്റിന്റെ വസതിയിലേക്ക് അതിക്രമിച്ചു കയറുക, പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കയറുക, അക്രമം നടത്തുക, കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ രണ്ട് രാജ്യങ്ങളിലും നമ്മൾ കണ്ടിരുന്നു. ശ്രീലങ്കയെ എടുത്താൽ ആ രാജപക്സെ യുഗത്തിന് ശേഷം പിന്നീട് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജനതാ വിമുക്തി പെരമന അധികാരത്തിലെത്തുകയും രാജ്യം ഇപ്പോൾ സ്റ്റേബിളായി മുന്നോട്ട് പോവുകയും ചെയ്തു. അതേസമയം ബംഗ്ലാദേശിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് തിരോഭവിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഇപ്പോഴുള്ള സർക്കാർ പരീക്ഷണം ഈവൻ ഇന്ത്യയെ സംബന്ധിച്ച് പോലും ഗുണകരമല്ല. അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. വളരെ കൂടുതൽ മതാത്മകമായ വർഗീയമായ നയങ്ങൾ പിന്തുടരുന്ന ഒരു സർക്കാരായി മാറുന്നുണ്ട്. നമ്മുടെ അയൽവക്കത്തെ രണ്ട് എക്സാമ്പിൾ, ഒരെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ ഒരെണ്ണം നെഗറ്റീവ് ആണ്. നേപ്പാളിൽ എന്ത് സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കണം. അവിടെ ഇപ്പോഴും താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ റോയൽ നൊസ്റ്റാൾജി ഉള്ള ആളുകളുണ്ട്. രാജഭരണത്തെ മിലിറ്ററിയുടെ സഹായത്തോടുകൂടി തിരികെ കൊണ്ടുവരുന്ന റോയലിസ്റ്റുകളുടെ ഒരു മുന്നേറ്റമാകുമോ ഇനി നമ്മൾ കാണാനിരിക്കുന്നത്? അതെ, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ശ്രീലങ്കയിൽ 2022 രാജപക്സെ ആ ഗവൺമെൻറ്റിനെ പുറത്താക്കി, അദ്ദേഹത്തെയും പുറത്താക്കി, പ്രസിഡന്റിൻ്റെ വസതി കയ്യേറി. ഒടുവിൽ ജനതാ വിമുക്തി പെരുമനെ JVP അധികാരത്തിൽ വന്നു. അവിടെ കാര്യങ്ങളൊക്കെ സുഗമമായി മുന്നോട്ട് പോയി. അതേസമയം 2024 ബംഗ്ലാദേശിൽ ഇതുവരെ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഇടക്കാല സർക്കാരാണ്. വിദ്യാർത്ഥികൾ ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് അതിൽ പങ്കെടുത്തവർക്ക് 30% സംവരണം കോടതി പുനഃസ്ഥാപിച്ചപ്പോൾ അതിനെതിരെ പ്രക്ഷോഭം നടത്തിയെങ്കിലും ആ പ്രക്ഷോഭത്തെ പിന്നീട് ഹൈജാക്ക് ചെയ്തത് BNPയും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മത പാർട്ടികളുമാണ്. അപ്പോൾ അവരുടെ BNPയുടെയും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മത പാർട്ടികളുടെയും അക്ഷരാർത്ഥത്തിലുള്ള കൺട്രോളിലാണ്, നിയന്ത്രണത്തിലാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ തലവൻ മുഹമ്മദ് യൂനുസ്. നേപ്പാളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്, നേപ്പാളിൽ ഇതുവരെ ഈ യുവ പ്രക്ഷോഭകാരികൾ രാജഭരണത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അതേസമയം ഒരു ഡ്യൂറബിൾ പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവ്, ഒരു സ്ഥിരതയാർന്ന ഒരു രാഷ്ട്രീയ ബദൽ അവർ മുന്നോട്ട് വെച്ചിട്ടുമില്ല. രണ്ട് നേതാക്കളെയാണ് അവർ നേപ്പാളിൻ്റെ ഭരണകർത്താക്കളായി അവരോധിക്കണം എന്ന് കാംക്ഷിക്കുന്നത്. ഒന്ന് കാഠ്മണ്ഡു മേയറാണ്. അദ്ദേഹം ഇന്ത്യയിൽ കർണാടകയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. പിന്നീട് റാപ്പറായി സോഷ്യൽ മീഡിയയിലെ താരമാണ് അദ്ദേഹം. മറ്റൊരാൾ ജയിലിലുള്ള ഒരു സോഷ്യൽ മീഡിയ താരമാണ്. ഇവർക്കൊന്നും ഭരണപരിചയമില്ല, നേരത്തെ ശ്രീ മുരളീധരൻ നായർ ചൂണ്ടിക്കാണിച്ചതുപോലെ. അപ്പോൾ നേപ്പാളിൽ സൈന്യം എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യവും പ്രധാനമാണ്. ഇത് പുറമേ നിന്ന് എഞ്ചിനീയർ ചെയ്യപ്പെട്ട കാര്യമാണ്, ഒരു ഗൂഢാലോചനയാണോ എന്ന് ചോദിച്ചാൽ ഈ KP ശർമ്മ ഒലി അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ആദ്യം തന്നെ പോയത് ബീജിങ്ങിലേക്കാണ്, ചൈനയിലേക്കാണ്. ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. ബീജിങ്ങിനോട് അനുഭാവമുള്ള, ചൈനയോട് അനുഭാവമുള്ള നേതാവായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പോവുകയും ആഗോള സുരക്ഷാ ഉടമ്പടിയിൽ അദ്ദേഹം ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭരണവിഭാഗം നേപ്പാളിൽ നിന്ന് പുറത്തായത് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നില്ല. അതേസമയം ചൈനയെയും ഇന്ത്യയെയും ഒരേപോലെ, രണ്ട് രാജ്യങ്ങളും ഒരേപോലെ ഒരു പ്രൊലോങ്ഡ്, ദീർഘകാലം നിലനിൽക്കുന്ന അസ്ഥിരമായ കവോട്ടിക്കായിട്ടുള്ള, കലുഷമായിട്ടുള്ള നേപ്പാളിലെ ഒരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യയും ആഗ്രഹിക്കുന്നില്ല, ചൈനയും ആഗ്രഹിക്കുന്നില്ല. രണ്ട് രാജ്യങ്ങൾക്കും വേണ്ടത് സ്ഥിരതയാർന്ന ഒരു നേപ്പാളാണ്, സ്ഥിരതയാർന്ന ഒരു പൊളിറ്റിക്കലി രാഷ്ട്രീയ സ്ഥിരതയുള്ള നേപ്പാളാണ് ചൈനയെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും അഭികാമ്യം. ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് $7.3 ബില്യൺ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ നേപ്പാളിലേക്ക് ഇന്ത്യ കയറ്റുമതി, പ്രധാനമായും ഭക്ഷ്യവിഭവങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളുമാണ്. നേപ്പാൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തത് 1.2 ബില്യണാണ്. അപ്പോൾ വ്യാപാര മിച്ചമുണ്ട് നേപ്പാളുമായിട്ട്. അപ്പോൾ ചൈന അവിടെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിന് ചൈന ഒരുപാട് നിക്ഷേപം മുടക്കിയിട്ടുണ്ട്, അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനയും അസ്ഥിരതയുള്ള നേപ്പാൾ ചൈനയും ആഗ്രഹിക്കുന്നില്ല, ഇന്ത്യയും ആഗ്രഹിക്കുന്നില്ല.
അതുകൊണ്ട് ഇത് പുറമേ നിന്നുള്ള ഒരു 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 ശക്തികളുടെ ഫലമായി ഉണ്ടായ പെട്ടെന്നുള്ള ജനരോഷമല്ല. പക്ഷേ ഇതിൽ വളരെ നിഹിലിസ്റ്റിക് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ എല്ലാ ഭരണകൂട സ്ഥാപനങ്ങളോടും എല്ലാ പൊളിറ്റിക്കൽ ക്ലാസ്സിനോടുമുള്ള നിഷേധാത്മകമായ, സമ്പൂർണ്ണ നിഷേധത്തിൽ അധിഷ്ഠിതമായ പ്രചണ്ഡമായ കോപം ഈ യുവ ജനങ്ങൾക്കുണ്ട്. പക്ഷേ അവർ എന്താണ് ഒരു ഡ്യൂറബിളായിട്ടുള്ള, സ്ഥിരതയാർന്ന, ഒരു സുനിശ്ചിതമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്, കൂടുതൽ ജനാധിപത്യത്തിൽ കൂടുതൽ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ, കൂടുതൽ റിഫോംസിൽ, പരിഷ്കരണത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണകൂടമാണോ അവർ ആഗ്രഹിക്കുന്നത്? അത്തരം ഭരണകൂടത്തെ നയിക്കാൻ പ്രാപ്തരായിട്ടുള്ള നേതാക്കളാണോ ഈ കാഠ്മണ്ഡു മേയറും ജയിലിൽ ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ താരവും എന്നതൊക്കെ വരും ദിനങ്ങളിൽ കാണേണ്ടതാണ്. ഏതായാലും അയൽ രാജ്യങ്ങൾക്കൊന്നും നേപ്പാളിൽ ഒരു ശ്രീലങ്കയിലെ പോലെ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് ഗുണകരമാണ്. ബംഗ്ലാദേശിലെ പോലെ ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിലാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, അവിടെ ന്യൂനപക്ഷങ്ങളുടെ ഒരു കാര്യം നേപ്പാളിൽ അങ്ങനെയില്ല. അപ്പോൾ ഏതായാലും നേപ്പാൾ ഈ ജെൻ സി അല്ലെങ്കിൽ ജെൻ സെഡ് എന്ന ഈ പ്രക്ഷോഭം ഇപ്പോൾ ബംഗ്ലാദേശിൽ, ശ്രീലങ്കയിൽ, നേപ്പാളിൽ, ഇന്തോനേഷ്യയിൽ നമ്മൾ കണ്ടു. എന്തോ ഈ മന്ത്രിമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ച മ്യാൻമറിൽ പോലും കണ്ടു. ഇത് വാസ്തവത്തിൽ പെട്ടെന്ന് അണപൊട്ടി ഒഴുകുന്ന വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ പ്രക്ഷോഭമാണ്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2008 മുതൽ നേപ്പാൾ മാറി മാറി ഭരിച്ചു പോകുന്ന കമ്മ്യൂണിസ്റ്റും അല്ലാത്തതുമായിട്ടുള്ള സർക്കാരുകളുടെ ഭരണപരാജയമാണ്. കാരണം എന്തൊക്കെ അവർ വാഗ്ദാനം ചെയ്തുവോ അതൊന്നും നിറവേറ്റപ്പെട്ടില്ല. നേപ്പാളിലെ ഈ പ്രക്ഷോഭം ഈ വിദ്യാർത്ഥികളുടെ മാത്രമല്ല, അവിടുത്തെ സാധാരണ പൗരസമൂഹം അന്തസ്സോടെയും ജോലിയോടെയും തൊഴിലോടെയും ജീവിക്കാനുള്ള ഒരു പ്രക്ഷോഭമായിട്ടാണ് ഈ മാറിയിരിക്കുന്നത്. ഇനി എങ്ങനെ ഇതിൻ്റെ രാഷ്ട്രീയ രൂപാന്തരം ഇതെങ്ങനെ മാറും എന്നതാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. ഡെമോക്രസിയിലേക്ക് തന്നെ കൂടുതൽ നല്ല ഡെമോക്രസിയിലേക്ക് തന്നെ പോട്ടെ എന്ന് കൂടുതൽ നല്ല ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇതിൽ പല ടേക്ക് അവേസ് ഉണ്ട്. ഒന്നിപ്പോൾ വേണമെങ്കിൽ ചൈനീസ് അനുകൂല ഭരണകൂടം അവിടെ മാറ്റപ്പെടുന്നു എന്ന നിലയിൽ കാണാം. ഒ.പി. ശർമ്മയുടെ സർക്കാർ അങ്ങനെ ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത്. ഒരു ഹിന്ദു രാജവംശം ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ്. പിന്നീടാണ് അവിടെ ജനാധിപത്യം വന്നത്. ആദ്യം പരിമിതമായ ജനാധിപത്യവും പിന്നീട് സമ്പൂർണ്ണമായ ജനാധിപത്യവും ഉണ്ടാവുകയായിരുന്നു. അതാണ് നേപ്പാളിലെ ചരിത്രം. വേണമെങ്കിൽ രാജാവിന് തിരികെ വരാം, അല്ലെങ്കിൽ രാജാവിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് ഭരണത്തിൽ വരാം. ഇതൊക്കെ വേറൊരു രാജ്യം എന്നുള്ള നിലയിൽ ഉള്ള കാര്യങ്ങൾ. അതിനപ്പുറത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതെന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ? നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാത്ത യുവജനങ്ങൾ തെരുവിലിറങ്ങുകയും അങ്ങേയറ്റം അക്രാമകമായി ഒരു തരത്തിലുള്ള പ്രതികാരവാജ്ഞയോടുകൂടി സർക്കാരുകളെയും ഭരണാധികാരികളെയും നേരിടുക, തകർക്കുക, ആ മോബ് ഒടുവിൽ വിജയം നേടുക എന്ന എക്സ്പെരിമെന്റ് നമ്മൾ നേപ്പാളിൽ കണ്ടു, ശ്രീലങ്കയിൽ കണ്ടു, ബംഗ്ലാദേശിൽ കണ്ടു. അപ്പോൾ ഇതുപോലെ യുവാക്കളുള്ള രാജ്യമാണല്ലോ ഇന്ത്യയും. അപ്പോൾ ഭരണകൂടങ്ങൾക്ക്, ഭരണാധികാരികൾക്ക് ജനങ്ങളെ, യുവാക്കളെ പേടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടോ? അല്ല, ഭരണം നേരെയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഭരണകൂടങ്ങൾക്ക് ജനങ്ങളെ പേടിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവും. നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യയിൽ അത്തരത്തിലൊരു സാഹചര്യത്തിൻ്റെ വിദൂരമായിട്ടുള്ള സൂചനകൾ പോലും ലഭ്യമല്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പല ലിബറലുകളും കഴിഞ്ഞ 2 ദിവസമായിട്ട് ട്വീറ്റ് ചെയ്യുന്നതും അവർ എക്സിൽ പോസ്റ്റ് ചെയ്യുന്നതും ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ കാണുന്നുണ്ട് വളരെ വിഷമത്തോടു കൂടി. എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ സംഭവിക്കുന്നില്ല, ഇന്ത്യയിൽ അങ്ങനെയാ, ഇന്ത്യയിൽ ഇങ്ങനെയാ, വോട്ട് ചോരി പോലെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നു, എന്നിട്ടും മധ്യവർഗം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ വല്ലാണ്ട് വിശ്വസിക്കുകയാണ്, അവരെന്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ വ്യാകുലപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ കാണുന്നുണ്ട്. അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെയൊക്കെ അവരുടെ ഒരു വ്യാമോഹമായിട്ടും വൃഥാ സ്വപ്നമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവുക മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുന്നു, ലോകത്ത് ഏറ്റവും അധികം ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്.
തൊഴിലില്ലായ്മ കഴിഞ്ഞ ദിവസം വേൾഡ് ഇക്കണോമിക് ഫോറം പറയുന്നതനുസരിച്ചിട്ട് 2% മാത്രമാണ്. നമ്മുടെ ലേബർ അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ജൂലൈയിൽ അത് പുറത്തുവിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 5.2% എന്തോ ആണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ തലത്തിൽ എന്തെങ്കിലും ആകുലതകളോ വ്യാകുലതകളോ ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ 11 വർഷം ഭരിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയറിൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള കരിയറിലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ട ഒരു വർഷമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ കടന്നുപോയത്. കാരണം ആദ്യത്തെ 10 വർഷം അദ്ദേഹത്തിന് ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് പരിപൂർണമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം ഭരിക്കുമ്പോൾ അതില്ല, 242 സീറ്റിലാണ് ഭരിക്കുന്നത്. അത് മാത്രമാണ് BJPക്ക് ഉള്ളത്. അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് സാഹചര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള പഹൽഗാം അറ്റാക്ക് നമ്മൾ കണ്ടു. അതിനെ തുടർന്നിട്ടുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് എത്ര റാഫേൽ വീണു, എത്ര റോക്കറ്റ് എത്രയൊക്കെ ഇവിടെ വന്ന് പതിച്ചു എന്നുള്ള തലത്തിലുള്ള ചോദ്യം, എത്ര മിസൈലുകൾ വന്ന് പതിച്ചു എന്നുള്ള തലത്തിലുള്ള ചോദ്യങ്ങൾ വല്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. US-ഉമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. നമ്മുടെ സുഹൃത്ത് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ട്രംപ് തന്നെ നമുക്ക് നേരെ തിരിഞ്ഞു വരുന്നതും താരിഫ് വാർ പ്രഖ്യാപിക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ടു. വോട്ട് ചോരി പോലെയുള്ള ആരോപണങ്ങൾ കണ്ടു. ഇതിനെ എല്ലാത്തിനെയും അതിഗംഭീരമായിട്ട് അതിജീവിച്ച് വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറുകൾക്ക് മുമ്പ് ഏറ്റവും വലിയൊരു പരീക്ഷണത്തെയും കൂടി അതിജീവിച്ചു. ഒരു വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുന്നത്, അതിനെ ഗംഭീരമായിട്ട് അതിജീവിച്ച് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ ഫേസ് ചെയ്തിരിക്കുന്ന ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു പൊളിറ്റിക്കലി. പക്ഷേ അത് ജിയോ പൊളിറ്റിക്കൽ സ്റ്റേജിലായിരുന്നാലും ശരി തന്നെയാണ്, ഏത് സ്റ്റേജിലായിരുന്നാലും ശരി തന്നെയാണ്. പക്ഷെ അതിനെ എത്രയോ മുൻകൂട്ടി കണ്ട് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സാധനം വരുന്നു എന്നുള്ള കാര്യം അന്ന് തന്നെ മുൻകൂട്ടി കണ്ട് റഷ്യയും ചൈനയുമായി ചേർന്ന് മറ്റൊരു നെക്സസ് ഉണ്ടാക്കി വളരെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ അത്തരത്തൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു വശം. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞൊന്ന് അവസാനിപ്പിച്ചോട്ടെ. 2, നേപ്പാളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കണം, നേപ്പാളിൽ ഡെമോക്രസി വരുന്നവനോ, നേപ്പാളിൽ ഇനി രാജഭരണമാണോ തിരിച്ചു വരുന്നത്. അത് അവരുടെ ഇന്റേണൽ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏതാണ് നമുക്ക് ഗുണകരമായി വരിക എന്നുള്ള കാര്യത്തിൽ ചിന്തിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അതിർത്തികൾ എന്ന് പറയുന്ന അതിർത്തി രാജ്യങ്ങൾ, അതിന് അഫ്ഗാനിസ്ഥാൻ ആയാലും നിലവിലെ ബംഗ്ലാദേശ് ആയിരുന്നാലും ചൈന ആയിരുന്നാലും ശരി തന്നെയാണ്. നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ശത്രുത നമ്മളോട് പുലർത്തിയിരിക്കുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നേപ്പാൾ കൂടി നമുക്കൊരു തലവേദനയായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്നത് ശരിയല്ല. മാൽദീവ്സിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്നതാണ് അവരുടെ നയം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേപ്പാളിൽ എന്ത് വരുന്നതാണ് നമുക്ക് നല്ലത്, അതവിടെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ശ്രീ ഡോക്ടർ ആമൽ പുലർക്കാട്ട്, ലോകത്തെ എല്ലായിടത്തും ചരിത്രത്തിൽ യുവാക്കൾ നടത്തിയ മുന്നേറ്റങ്ങളുടെ ഭാഗമായി വിപ്ലവങ്ങൾ ഉണ്ടാവുകയും ഭരണകൂടങ്ങൾ മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അയൽ രാജ്യങ്ങളിലും അത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം ഫ്രാൻസിൽ വലിയ ശക്തമായ പ്രതിഷേധങ്ങളുടെ വാർത്തകൾ ശ്രദ്ധയിൽ വരികയാണ്. ഇതൊരു യുവജന മുന്നേറ്റമായി. മുമ്പ് നമ്മൾ മുല്ലപ്പൂ വിപ്ലവം കണ്ടിട്ടുണ്ട്. ടുണീഷ്യയിൽ നിന്ന് തുടങ്ങി പല രാജ്യങ്ങളിലും ഭരണമാറ്റം ഉണ്ടാക്കുന്നത്. ചിലയിടത്ത് അത് പോസിറ്റീവായി വന്നു, ചിലയിടത്ത് അത് വീണ്ടും ഏകാധിപത്യ ഭരണകൂടങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. ഈ യുവാക്കളുടെ മുന്നേറ്റം, യുവാക്കളുടെ മുന്നോട്ട് വരവ്, അവരുടെ സമരസജ്ജത, അത് ഇന്ത്യയിലും പ്രതിഫലിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? നോക്കൂ, ഇപ്പോൾ നമ്മൾ നേപ്പാളിന്റെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നേപ്പാളിൽ സംഭവിക്കുന്ന ഈ യുവാക്കളുടെ മുന്നേറ്റം അല്ലെങ്കിൽ ജൻസി മുന്നേറ്റം എന്നൊക്കെ പറയുന്നതിന് കൃത്യമായിട്ടുള്ളൊരു നേതൃത്വമോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഐഡിയോളജിയോ അങ്ങനെ ഒരു കാഴ്ചപ്പാടോ ഇല്ലാത്ത രീതിയിലാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അടിസ്ഥാനപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. യൂണിഫോം ഇട്ട് വന്ന വിദ്യാർത്ഥികളെയാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അത് ഇന്ന് മരണം 30 എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വിദ്യാർത്ഥികൾക്കെതിരെയും സാധാരണക്കാർക്കെതിരെയൊക്കെ ഉണ്ടാവുന്ന ഇത്തരം അക്രമങ്ങൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികളെ ഒരുപാട് പ്രകോപിപ്പിക്കുകയും മാത്രമല്ല അത് പല രീതിയിൽ സോഷ്യൽ മീഡിയ വഴി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റു പല രീതിയിലായിക്കൊള്ളട്ടെ അത് വലിയ ഒരു ശതമാനം യുവാക്കളെ അത് സ്വാധീനിക്കുകയും അവർ തെരുവിലേക്ക് ഇറങ്ങുകയും എല്ലാമാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും അത് വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്കല്ല നയിച്ചിരിക്കുന്നത്. ഇറാൻ പോലെയുള്ള രാഷ്ട്രങ്ങളിൽ ഇറാനിയൻ വിപ്ലവം എല്ലാം നമുക്കതിനൊരു ഉദാഹരണമായിട്ട് കാണാം. അത് പിന്നീട് ഒരു മതഭരണകൂടത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പൊ നേപ്പാളിൽ അങ്ങനെ സംഭവിച്ചാൽ, രാജഭരണം തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു മതഭരണകൂടം അവിടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയൊരു ദൗർഭാഗ്യകരമായ ഒന്നായിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ശക്തമായിട്ടുള്ള ഒരു ജനാധിപത്യം തന്നെ അവിടെ പുലരുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാനേ നമുക്ക് ഇന്ന് കഴിയുള്ളൂ. മാത്രമല്ല ഇന്ന് ഇപ്പോ
നോക്കൂ, രാജ്യങ്ങൾ പല പല രാജ്യങ്ങളിലും നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷ് നേരത്തെ ഫ്രാൻസിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ. കാരണം ഒന്ന്, ജനങ്ങൾ അസന്തുഷ്ടരാണ് എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള സാമ്പത്തിക അസമത്വം. ഇപ്പൊ ഇന്ത്യയിൽ നോക്കൂ, നമുക്ക് തൊഴിലില്ലായ്മയുടെ വലിയ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക അസമത്വത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മളുടെ സർവകലാശാലകളിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക അരക്ഷിതാവസ്ഥ തന്നെ നിലനിൽക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള പണം പോലും ഇല്ലാത്ത രീതിയിൽ GDP-യുടെ 3% താഴെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ക്രൈസിസ് നമ്മൾ നോക്കൂ. ഇന്ന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ എല്ലാം വലിയൊരു ഗ്രോത്ത് നമ്മളുടെ രാജ്യത്ത് കാണാൻ വേണ്ടി കഴിയും. അവിടെ അവർ വലിയ രീതിയിൽ ഫണ്ട് ഒഴുക്കിയാണ് അവർ മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അംബാനിയുടെ മകന്റെ വിവാഹമെല്ലാം വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ സംഭവങ്ങളോട് ഒരു ഭാഗത്ത് നടക്കുകയും മറുഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് പോലും ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഇതിന്റെ ഒരു എഫക്ട് നമ്മളുടെ രാജ്യത്തും ഉണ്ട് എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അത് നിഷേധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു പ്രക്ഷോഭത്തിലേക്ക് പല ഘട്ടങ്ങളിലും നയിക്കുകയും അത് പല രീതിയിൽ പല ഇടങ്ങളിൽ, ഞാനിത് ഇന്ത്യയുടെ മാത്രം ഒരു കാര്യമായിട്ട് അല്ല പറയുന്നത്, പക്ഷെ പല ഇടങ്ങളിൽ അത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയും അത് അടിച്ചമർത്തപ്പെടുകയും അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ വഴിതിരിച്ചുവിടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും വലിയ കലാപങ്ങൾക്ക് ഭരണകൂടം തന്നെ ആഹ്വാനം ചെയ്യുകയും നടപ്പാക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ പല രീതിയിൽ പല നാടുകളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കാനായിട്ടുള്ള ഒരു ചാലക ശക്തിയായിട്ട് മാറാനായിട്ടുള്ള ഒരു സാധ്യതയും നമ്മൾക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. കാരണം അതാണ് നമ്മളുടെ ഇന്നത്തെ സാഹചര്യം. കാരണം ഇന്ന് നേപ്പാളിൽ തന്നെ കാണുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു തകർച്ച വരികയും അത് പിന്നീട് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു തകർച്ചയിലേക്ക് അത് എത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഇത് തന്നെ മറ്റു പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കില്ലേ. ഞാൻ നേരത്തെ വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞു, അതുപോലെ യുവജനങ്ങളുടെ കാര്യം നോക്കൂ. ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്കാണ്. ഇപ്പൊ നമ്മളുടെ പബ്ലിക് സെക്ടർ വലിയ രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട്. വലിയ രീതിയിൽ പ്രൈവറ്റൈസേഷൻ വരുന്നു, നമ്മൾക്ക് തൊഴിലില്ലായ്മ വരുന്നു, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു. അപ്പോ ഇതൊക്കെ ഭരണകൂടം കൃത്യമായിട്ടുള്ള രീതിയിൽ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് തന്നെയായിരിക്കും മുന്നോട്ട് പോവുകയെന്നും അത് ജനാധിപത്യത്തെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ ഈ ജനാധിപത്യത്തിൽ വലിയൊരു അട്ടിമറി നടക്കുകയും വളരെ കരുത്തർ എന്ന് പലപ്പോഴും വിചാരിക്കുന്ന പലരും വലിയ അട്ടിമറിയെ തന്നെ അഭിമുഖീകരിക്കേണ്ടി വരികയും വലിയ ഭരണമാറ്റത്തിലേക്കുള്ള ചാലക ശക്തിയായിട്ട് മാറാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും എന്തായാലും അനുരണനങ്ങൾ എവിടെയും പ്രതീക്ഷിക്കാം. നമ്മുടെ 3 അയൽ രാജ്യങ്ങളിലായി ഇപ്പോൾ സമാനമായ സാഹചര്യം. എന്തായാലും സുശീല കർക്കിയെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്നുള്ളതാണ് പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നത്. അവർ പറയുന്ന ഒരു കാര്യം, NGO-കൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങളിൽ നിന്ന് ചില ആളുകൾ ഹൈജാക്ക് ചെയ്തു, അവരാണ് ഈ വലിയ ആക്രമണങ്ങളൊക്കെ നടത്തിയത്, ഞങ്ങളല്ല എന്ന് പറയുന്നു. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ ആണോ, അതുപോലെ ഈ NGO-യെ ഹാമി നേപ്പാളിനെ നയിച്ച സുധൻ ഗുരുങ് ആണോ, അതോ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന റബി ലമിച്ചനെയാണോ, ആരാണ് നേപ്പാളിന്റെ പുതിയ നേതാവായി പുതിയ താരോദയമായി വരിക എന്നൊക്കെ ഉള്ളത് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഒരു ഇടവേള കൂടിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് പാനലിസ്റ്റുകളിലേക്ക് ചർച്ചയിലേക്ക് വേണം. ശ്രീ മുരളീധരൻ നായർ കടുങ്ങല്ലൂർ, ലോകരാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് ചൈനയും ഇന്ത്യയും എങ്ങനെയാണ് നേപ്പാൾ വിഷയം കൈകാര്യം ചെയ്യാൻ പോവുക എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഇപ്പോൾ ശ്രീലങ്കയിൽ ഒരു ഭരണകൂടം തകർന്നപ്പോൾ അത് ചൈനയ്ക്ക് താല്പര്യമുള്ള ഭരണകൂടമായിരുന്നു. ഇപ്പോൾ നേപ്പാളിൽ തകർന്ന ഭരണകൂടം ചൈനയ്ക്ക് താല്പര്യമുള്ള ഭരണകൂടമാണ്. ഇന്ത്യക്ക് താല്പര്യമുള്ള ഭരണകൂടമാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ തകർന്ന ഭരണകൂടം. ഒരു അസ്ഥിരമായ നേപ്പാൾ എന്നുള്ളത് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ആണെങ്കിലും ചൈനയാണെങ്കിലും ആഗ്രഹിക്കില്ല. പക്ഷേ ഇന്ത്യയും ചൈനയും ഇപ്പോൾ ഒരു സഹകരണത്തിൻ്റെ പാതയിലാണ് എന്നുള്ളത് കഴിഞ്ഞ ഷാങ്ഹായ് കോർപ്പറേഷൻ മീറ്റിംഗിന്റെ ആ പശ്ചാത്തലത്തിൽ നമുക്ക് പറയുകയും ചെയ്യാം. എന്തായിരിക്കും ഇന്ത്യയുടെയും ചൈനയുടെയും ഇക്കാര്യത്തിലെ നിലപാടെന്ന് വിചാരിക്കണം? ക്ഷമിക്കണം, ആദ്യം ചൈനയുടെ കാര്യം പറയാം. ഈ KP ശർമ്മ ഒലി ചൈനയുടെയുമായി ഏറ്റവും കൂടുതൽ അടുത്ത് പ്രവർത്തിച്ച നേപ്പാളി പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്തിട്ട് ആദ്യം പോയത് ചൈനയിലേക്കാണ്. ഇത് രാജാഭരണത്തെ കാലഘട്ടത്തിൽ മുതൽ തന്നെ ചൈനയെയും ഇന്ത്യയും, ചൈനയെ കാണിച്ച് ഇന്ത്യയോടും ഇന്ത്യയെ കാണിച്ച് ചൈനയോടും ബാർഗെയിൻ ചെയ്തിരുന്ന ഒരു ഭരണ സംവിധാനമാണ് നേപ്പാളിൽ എക്കാലത്തും നിലനിരുന്നത്. എനിക്കൊക്കെ ഓർമ്മയുള്ള കാലം മുതൽ ഉണ്ട്.
ഞാൻ ആ പറഞ്ഞ ആ ഒരു കോട്ടിൻ്റെ അതിൻ്റെ ഓഥറെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ചെറിയ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും വലിയ രാജ്യങ്ങളുടെ സമീപമുള്ള ചെറിയ രാജ്യങ്ങളുടെ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. ചെറിയ രാജ്യങ്ങൾ തങ്ങളെ സ്വയം പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് കണക്കാക്കി തങ്ങൾക്കൊരു വിലയിടുകയാണ്, ബാർഗെയിൻ ചെയ്യുകയാണ് വലിയ രാജ്യങ്ങളുമായിട്ട്. വലിയ രാജ്യങ്ങൾ ഒരു കവലച്ചട്ടമ്പിമാരെ പോലെ പെരുമാറുന്നു എന്നുള്ള രീതിയിലാണ്. അത് നേപ്പാളിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു ബാർഗെയിനിങ് നേപ്പാൾ ആദ്യമേ മുതൽ രാജഭരണം ബീരേന്ദ്രയുടെ കാലം മുതൽ ജ്ഞാനേന്ദ്രയുടെ കാലത്തായാലും ഈ ഇപ്പോഴത്തെ ഡെമോക്രസിയിലൂടെ അവിടെ അധികാരം പിടിച്ചടക്കിയ നേതാക്കളുടെ കാര്യത്തിലായാലും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയെ ഏറ്റവും കൂടുതൽ നേപ്പാളിലേക്ക് ചൈനയുടെ സ്ട്രാറ്റജിക് ഐഡിയാസ് വച്ചിട്ട് അവരുടെ തന്ത്രങ്ങളും പോളിസികളും ഉപയോഗിച്ച് ഇന്ത്യൻ അതിർത്തിയിൽ വിമാനത്താവളം വരെ സ്ഥാപിക്കാനായിട്ട് ചൈനയ്ക്ക് അവർ ഇൻവൈറ്റ് ചെയ്യുകയും ഈ ചൈന നാളെ ഒരു യുദ്ധ സമാന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ചൈനീസ് ആർമിക്ക് ഇന്ത്യൻ അതിർത്തിയിലേക്ക്, നേപ്പാൾ ഇന്ത്യ അതിർത്തിയിലേക്ക് കഴിയും വേഗം എത്താൻ തരത്തിലുള്ള സംവിധാനങ്ങൾ ചൈനയുടെ പ്ലാനിലുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിന് സഹായകരമായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചൈന നടത്തുവാൻ സഹായിച്ച ഒരാളാണ്. അതേപോലെ ചൈനയെ കാണിച്ച് നമ്മൾക്കറിയാം 2 വർഷങ്ങൾക്ക് മുമ്പ് ലീപുലിയെ കാലാപാനി ആ ഭാഗത്ത് ഇന്ത്യയും ചൈനയുമായിട്ട് വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 1954 മുതൽ ഒരു ബോർഡർ ട്രേഡ് നടത്തിയിരുന്ന ഒരു പോയിൻ്റാണ്. രണ്ട് രാജ്യത്തെയും വ്യാപാരികൾ വന്ന് പരസ്പരം, പഴയ കാലത്തെല്ലാം ബാർട്ടർ ട്രേഡ് ആയിരുന്നു, സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്നു. ഇപ്പോൾ പൈസ ഉപയോഗിക്കുന്നുണ്ടാവണം, എനിക്കതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതിനെ ചൈനയെ സന്തോഷിപ്പിക്കുവാനായിട്ട് അതിനെ നേപ്പാളിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും, ഒരു തർക്കഭൂമി ആയിരിക്കാമല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇന്ത്യയുമായിട്ട് യാതൊരു ചർച്ചകളിലും ഏർപ്പെടാതെ അതിനെ നേപ്പാളിൻ്റെ മാപ്പിൽ ഉൾപ്പെടുത്തുകയും പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് അതിനെ ഭരണഘടനയുടെ ഭാഗമാക്കി തീർക്കുകയും ചെയ്ത ആളാണ് അവിടുത്തെ ഈ നേതൃത്വം. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യക്ക് ഈ നേതൃത്വം മാറുന്നത് സന്തോഷമാണെങ്കിലും അതേസമയം ഇനി ആരാണ് വരുന്നതെന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഇത് മാറ്റം നമുക്ക് അനുകൂലമാണോ, നമുക്ക് ഗുണകരമാണോ എന്ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. ചൈനയെ സംബന്ധിച്ച് ഒരിക്കലും അവിടെ ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചിട്ടില്ല. കാരണം അവിടുത്തെ ചൈനീസ് അംബാസഡർ നമുക്കറിയാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വിഘടിച്ച് നിൽക്കുന്നവരെ ഒരുമിപ്പിക്കാനും ഒരു തവണ അവരെ ഭരണത്തിലേക്ക് നയിക്കാനും ആ അംബാസഡറുടെ പ്രവൃത്തികളിലൂടെ സാധിച്ചതായിട്ട് അത് വളരെ ഓപ്പണായിരുന്നു. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ആയാലും ചൈന ആയാലും വറി ചെയ്യുന്ന ഒരു കാര്യം, അവിടെ ഇതിനെ മുതലെടുക്കാനായിട്ട് പലരും വളരെയധികം അല്യൂഡ് ചെയ്തു പോയൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ അമേരിക്ക ഇതിൽ മുതലെടുത്തിട്ട് അവിടെ അമേരിക്കയ്ക്ക് ഒരു കാലൂന്നാനുള്ള ഇടം അമേരിക്ക വളരെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അമേരിക്ക സക്സീഡ് വിജയിക്കുമോ എന്നുള്ളതാണ് ഇന്ത്യയായാലും ചൈനയായാലും കൂടുതൽ വറി ചെയ്യുന്ന കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ പല അസംഷൻസ് നമുക്കിപ്പോൾ പുലർത്താം. എന്തായാലും നേപ്പാളിൽ ജനാധിപത്യം തന്നെ പുലരട്ടെ എന്ന് ആശംസിക്കാനേ നമുക്ക് കഴിയൂ. സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ വന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ ഒരു പുതിയ നേതൃത്വം വരികയും അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും അധികാരത്തിലെത്താം. ഇപ്പോഴത്തെ ഈ ജൻസിയുടെ താല്പര്യങ്ങൾ പരിഗണിക്കുന്ന, ജയിലിൽ നിന്ന് പുതിയ മുന്നേറ്റത്തിന് പിന്തുണ നൽകിയ നേതാവിനെ റബി ലമിച്ചിനെ ആവട്ടെ, അല്ലെങ്കിൽ കാഠ്മണ്ഡു മേയർ ബാലചന്ദ്ര ഷാ ആവട്ടെ, ആർക്കും ഈ പുതിയ ആസ്പിറേഷൻസിനെ നെഞ്ചിലേറ്റുവാങ്ങാം, പുതിയ നേതാവാകാം, ഉയരാം. നമ്മുടെ അയൽരാജ്യമാണ് നേപ്പാൾ. ആ നേപ്പാൾ ജനാധിപത്യത്തിൽ തന്നെ നിൽക്കട്ടെ. വളരെ ആരോഗ്യമുള്ള, ഇപ്പോൾ അങ്ങേയറ്റം അടിയിലായിപ്പോയ, ജീർണിച്ച, അഴിമതി നിറഞ്ഞ, നെപ്പോട്ടിസം കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിൽ നിന്ന് നേപ്പാൾ ഒരു സംശുദ്ധിയുള്ള ജനാധിപത്യമായി മാറട്ടെ എന്ന പ്രത്യാശയോടുകൂടി ഈ രാത്രിയിൽ ചർച്ച അവസാനിപ്പിക്കാം. നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.